So Gauss divergence theorem ആണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത്. GBA solid, ഒരു സോളിഡ് സർഫസ് എടുക്കുക. ഓക്കെ, സോളിഡിന്റെ സർഫസ്, ഇപ്പോൾ ഉദാഹരണത്തിന് സിലിണ്ടർ എടുത്ത സിലിണ്ടറിന്റെ സർഫസ് എടുക്കുക. സിഗ്മ എന്ന് പറയുന്നത് ഓറിയന്റഡ് കർവ് ആണ്. ഓക്കെ, സിഗ്മ സർഫസ് ആണ്. ആ സർഫസിന് ചുറ്റും ഒരു ഓറിയന്റഡ് കർവ് ഉണ്ടാവും. അതിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ ആണ് എടുക്കേണ്ടത്. ഔട്ട്വേർഡ് ഡയറക്ഷൻ ചൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു വെക്ടർ ഫീൽഡ് എടുക്കുക. വെക്ടർ ഫീൽഡിന്റെ കമ്പോണൻസിനെല്ലാം ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി എസ്, ഇതിനെയാണ് നമ്മൾ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയാം. ഔട്ട്വേർഡ് ഫ്ലക്സ്. ഓക്കെ, ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സർഫസ് ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ്. സർഫസ് ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ് ആണ് ഔട്ട്വേർഡ് ഫ്ലക്സ്. സോ ഔട്ട്വേർഡ് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ ഡി വി. അതായത് ഗോസ് ഡൈവേർജൻസ് തിയറം പറയുന്നത് ഒരു സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് always equal to a triple integral. A surface integral is always equal to a triple integral. Okay, നമ്മൾ ഗ്രീൻസ് തിയറം പറഞ്ഞിരുന്നു. ഗ്രീൻസ് തിയറം ഒരു ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്കാണ് കണക്ട് ചെയ്തിരുന്നത്. എന്നാൽ ഗോസ് ഡൈവേർജൻസ് തിയറം ചെയ്യുന്നത് ഒരു സർഫസ് ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യും. Is it clear to everyone? Can we move to the problems? Yes, sir. Yeah. Question. നമ്മൾ ഈ ആഴ്ച എത്ര പോർഷൻ കവർ ചെയ്യുന്നോ അത്രയും സിആറിന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് നമ്മൾ എത്ര കവർ ചെയ്തോ അത്രയും പഠിക്കും. സിആർ ഓൺലൈൻ ആയിരിക്കും. യൂസ് ദി ഡൈവേർജൻസ് തിയറം. To find the outward flux. Of the vector field. F vector of x, y, z is equal to z k vector. Across the sphere. X square plus y square plus z square equal to a square. X square plus y square plus z square equal to a square. Use the divergence theorem to find the outward flux of the vector field. F vector of x, y, z is equal to z k vector across the sphere. X square plus y square plus z square equal to a square. ഓക്കെ, ഇവിടെ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. ഓക്കെ, സ്ഫിയറിന്റെ പ്രതലം അല്ലെങ്കിൽ സ്ഫിയറിന്റെ മുകളിലുള്ള ഭാഗം, ആ ഒരു ബൗണ്ടറിയാണ് എന്തായിട്ട് വരുന്നത്, സർഫസ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് ഇസഡ് കെ വെക്ടർ ആണ്. ഇസഡ് കെ വെക്ടർ ആകുമ്പോൾ എം ഇ 0, n ഈക്വൽ ടു 0, p ഈക്വൽ ടു z. m ഈക്വൽ ടു 0, n ഈക്വൽ ടു 0, p ഈക്വൽ ടു z. Okay, so what is the equation by Gauss divergence theorem? By Gauss divergence theorem, double integral over sigma f vector dot n vector ds is equal to triple integral over g dv. Divergence of f dv, divergence of f vector dv. So this is the equation. Double integral over sigma f vector dot n vector ds is equal to triple integral over g divergence of f vector dv. So ആദ്യം നമ്മൾ divergence of f vector കണ്ടുപിടിക്കുകയാണ്. Divergence of f vector equation dou m by dou x plus dou n by dou y plus dou p by
ഡോ ഇസെറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേളും ഡൈവേർജൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, സോ അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഡോ എം ബൈ ഡോ എക്സ് 0 ആണ്, ഡോ എൻ ബൈ ഡോ വൈ 0 ആണ്, ഡോ പി ബൈ ഡോ ഇസെറ്റ് 1 ആണ്. സോ ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ ഈസ് 1. Divergence of F vector is 1. Next, this is equal to triple integral over G dV. Triple integral over G dV. Triple integral over G dV എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി സോളിഡ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ട്രിപ്പിൾ ഇന്റഗ്രലിൽ എഫ് ഓഫ് എക്സ് വൈ സെറ്റിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഏത് സർഫസിന്റെ ട്രിപ്പിൾ ഇന്റഗ്രൽ ആണോ ചെയ്യുന്നത് അതിന്റെ വോളിയമാണ്. ശരിയല്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ വോളിയം കാണുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. വോളിയം കാണുന്ന പ്രോബ്ലം എങ്ങനെയായിരുന്നു? നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് വോളിയം കാണുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെറ്റിൽ എന്ത് കൊടുക്കും? 1 കൊടുക്കും. ശരിയല്ലേ? ഓർമ്മയുണ്ട് എല്ലാവർക്കും? ലാസ്റ്റ് സെമസ്റ്ററിലെ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ യൂസ് ചെയ്ത് വോളിയം കാണുന്ന പ്രോബ്ലത്തില് വോളിയം കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? എഫ് ഓഫ് എക്സ് വൈ സെറ്റിന് 1 കൊടുക്കും അല്ലെ? അതുപോലെ ഏരിയ ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഏരിയ കാണാൻ പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യാ? ആ എഫ് ഓഫ് എക്സ് വൈ സെറ്റിന് 1 കൊടുക്കും. ഓക്കെ, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? യെസ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ എഫ് ഓഫ് എക്സ് വൈ സെറ്റിന് 1 കൊടുക്കുമ്പോൾ കിട്ടുക എന്താണ്? ആ നമ്മൾ ഏത് സോളിഡിന്റെയാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യുന്നത് അതിന്റെ വോളിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ജിയുടെ വോളിയമാണ് നമ്മുടെ ട്രിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. കാരണം ഡൈവേർജൻസ് എന്താണ്? 1 ആണ്. ഡൈവേർജൻസ് ഇവിടെ 1 ആണ്. അതുകൊണ്ട് ദിസ് ബിക്കംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡിവി ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി സോളിഡ് ജി. വോളിയം ഓഫ് ദി സോളിഡ് ജി. ഓക്കെ, ഏതാണ് നമ്മുടെ സോളിഡ്? ഇവിടെ സ്ഫിയർ ആണ് അല്ലെ? സ്ഫിയറിന്റെ വോളിയം ഇക്വേഷൻ എന്താ? 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഇവിടെ ആറിന് പകരം എ ആണ്, റേഡിയസ് എ ആണ്. സോ ആൻസർ ഈസ് 4/3 പൈ എ ക്യൂബ്. വോളിയം ഓഫ് ദി സോളിഡ്. സോ ആൻസർ ഈസ് 4/3 പൈ എ ക്യൂബ്. ഇസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? ഓക്കെ, ഇത് ഇന്റഗ്രേഷൻ ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ. കാരണം ഇവിടെ ഡൈവേർജൻസ് 1 ആണ്. അപ്പൊ ഡൈവേർജൻസ് 1 ആവുന്ന സമയത്ത് ആ സോളിഡിന്റെ വോളിയം ആയിരിക്കും എന്ത് വരിക? ട്രിപ്പിൾ ഇന്റഗ്രൽ വരിക. ഓക്കെ, അപ്പൊ ആ സോളിഡ് ഏതാണെന്ന് അറിയെങ്കിൽ അതിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഫൈൻ. Any doubt? You can ask, no issue. Okay. Okay. Fine. Next, ഇതെല്ലാം എഴുതിയെടുക്കാം. Can I rub this on? Still I wait? Somebody please respond. Yes, sir. Okay, sir. Next, use the divergence theorem. Use the divergence theorem. Use the divergence theorem to find the outward flux. To find the outward flux over the vector field. Over the vector field. F vector of x, y, z is equal to 2x I vector plus 3y j vector plus z square k vector. 2x I vector plus 3y j vector plus z square k vector across the unit q. നമ്മുടെ സോളിഡ് യൂണിറ്റ് ക്യൂബ് ആണ്. യൂണിറ്റ് ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ
ഓക്കെ. സോ ഇതിന്റെ ഓരോന്നും 1 ആയിരിക്കും. യൂണിറ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഓരോ സൈഡും 1 ആയിരിക്കും. ഓരോ സൈഡും 1 ആയിരിക്കും. ദാറ്റ് ഈസ് യൂണിറ്റ് ക്യൂബ്. ഓക്കെ. ഓരോ സൈഡിലെയും ഇത് അതാണ് ആ യൂണിറ്റ് ക്യൂബിന്റെ സർഫസ് ആണ് നമ്മുടെ ജി. യൂണിറ്റ് ക്യൂബിന്റെ സർഫസ് ആണ് നമ്മുടെ ജി. ഓക്കെ. സോ ഹിയർ എം എന്താ? എം ഈക്വൽ ടു 2x, n is equal to 3y, p equal to z square. M equal to 2x, n equal to 3y, p equal to z square. By divergence theorem, Gauss divergence theorem. By Gauss divergence theorem, double integral over sigma f vector dot n vector ds equal to triple integral over g divergence of f vector dv. Divergence of f vector dv. So all divergence of f vector ആണ്. Divergence of f vector equal to dou m by dou x plus dou n by dou y plus dou p by dou z. So dou m by dou x is 2. Dou n by dou y is 3. Dou p by dou z is z square. Z square ആകുമ്പോൾ 2z. So that is 5 plus 2z. Divergence of f vector 5 plus 2z. So ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡൈവേർജൻസ് 1 അല്ല. ഡൈവേർജൻസ് 1 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യൂബിന്റെ വോളിയം എഴുതിയാൽ മതി. ഓക്കെ. ഡൈവേർജൻസ് 1 ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്യൂബിന്റെ വോളിയം ആയിരിക്കും ഇത് വരിക, വാല്യൂ വരിക. ഓക്കെ. ഔട്ട്വേർഡ് ഫ്ലക്സ് വരിക. പക്ഷെ ഇവിടെ ഡൈവേർജൻസ് 1 അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ. ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം എക്സിന്റെ ലിമിറ്റ്, വൈയുടെ ലിമിറ്റ്, സെറ്റിന്റെ ലിമിറ്റ് കാണണം. ഒരു ക്യൂബിന്റെ പ്രത്യേകത എല്ലാ സൈഡും 1 ആണ്. അതുകൊണ്ട് ക്യൂബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡും 1 ആയതുകൊണ്ട് എക്സ് ലിമിറ്റ് 0 ആയിരിക്കും, വൈ ലിമിറ്റ് 0 ആയിരിക്കും, സെഡ് ലിമിറ്റ് 0 ആയിരിക്കും. സ്പെഷ്യാലിറ്റി ഓഫ് യൂണിറ്റ് ക്യൂബ്. ഓക്കെ. യൂണിറ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈഡിന്റെ ലെങ്ത് 1 ആണ്. ഓക്കെ. അപ്പൊ ക്യൂബ് ആണെങ്കിൽ പ്രത്യേകത എല്ലാ സൈഡും കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിരിക്കും. എല്ലാ ലിമിറ്റും കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിരിക്കും. ഇവിടെ 1 ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇന്റഗ്രൽ 0 to 1, integral 0 to 1, integral 0 to 1. Divergence of f vector എന്താ ഇവിടെ? Divergence of f vector 5 plus 2z അല്ലേ? 5 plus 2z dz dy dx. ഇതിപ്പോ ഏത് ഓർഡറിൽ വേണമെങ്കിൽ എഴുതാം, കാരണം ലിമിറ്റ്സ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് ഇപ്പൊ dy dx dz നോ അല്ലെങ്കിൽ dx dy dz എങ്ങനെ എഴുതിയാൽ ആൻസർ കറക്റ്റ് ആയിരിക്കും. കാരണം ലിമിറ്റ് സെയിം ആണ്. ലിമിറ്റ് എല്ലാം സെയിം ആണ്. ഓക്കെ. ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഇനിയിപ്പോ ഏത് ചോദ്യം തന്നാലും ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഇത്രയും ചെയ്തു വെച്ചാൽ, ഡൈവേർജൻസ് കണ്ട് ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്തു വെച്ചാൽ, ഈ ലിമിറ്റ് എഴുതാതെ ജസ്റ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവേർജൻസ് ഓഫ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒരു 3 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ. അപ്പൊ അത്രയെങ്കിലും മാക്സിമം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to 1 5z plus 2z square by 2. Limit 0 to 1 dy dx. 5 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5z, 2z നെ 2z square by 2. ഓക്കെ. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ 0 to 1 5 plus 1 അല്ലേ? അപ്പർ ലിമിറ്റ് z ന് 1 കൊടുക്കുമ്പോൾ ഇവിടെ 5, ഇവിടെ 1 മൈനസ് 0 dy dx. So 6 dy dx വരും. 6 dy dx മാറ്റിയ 6 dy dx
0 to 1 0 to 1 6 dy dx 6 പുറത്തേക്ക് എടുക്കാം. integral 0 to 1 integral dy by 0 to 1 dx. Okay, ഇത് again 1 വരും. So 6 into integral 0 to 1 dx. Again 6 into x 0 to 1 equal to 6. So answer is 6. മനസ്സിലായോ? Everybody understood the question and answer? Any doubt? If you have any doubt, you can ask, no issue. Clear? Okay, good. Okay. എപ്പോഴും കുറച്ച് സ്ഥിര ആൾക്കാരുണ്ട് കമന്റ് ചെയ്യണത്. കമന്റ് ഒന്നും ചെയ്യാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. They are very nice guys. Okay. So I am moving to the next question. Use divergence theorem. Use divergence theorem to find the outward flux. To find the outward flux of the vector field. F vector of x, y, z is equal to x square I vector plus y cube j vector plus z square k vector across the surface of the region. Across the surface of the region that is enclosed by the circular cylinder x square plus y square equal to 9 and the planes z equal to 0 and z equal to 2. Z equal to 0 and z equal to 2. Okay. So നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് സർഫസ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ സിലിണ്ടർ എടുക്കുക. ഓക്കെ, ഒരു സർക്കുലർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ this is like circular cylinder. So ഇതിന്റെ ഇത് z equal to 0 ആണ്. ഈ താഴെയുള്ള സർക്കിൾ കിടക്കുന്നത് z equal to 0 ഈ സർക്കിൾ കിടക്കുന്നത് z equal to 2 സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. കാരണം x square plus y square equal to 9 ആണ്. So it is 3 square. So x square plus y square equal to r square. അപ്പോൾ റേഡിയസ് 3 ആണ്.
ഈ സർക്കിൾ കിടക്കുന്നത് ഇസെറ്റ് ഈക്വൽ ടു 2-ലാണ്. ഈ സർക്കിൾ കിടക്കുന്നത് ഇസെറ്റ് ഈക്വൽ ലോവർ സർക്കിൾ അറ്റ് ഇസെറ്റ് ഈക്വൽ 0 ആൻഡ് അപ്പർ സർക്കിൾ അറ്റ് ഇസെറ്റ് ഈക്വൽ ടു 2. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സിലിണ്ടർ ആണ് ഇത്. ഈ സിലിണ്ടറിന്റെ പുറത്തുള്ള സർഫസ് അതാണ് നമ്മുടെ ആ ഒരു റീജിയൻ. നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് ആ സിലിണ്ടറിന്റെ സർഫസ്. ഓക്കെ, ജി എന്ന് പറയുന്നത് സിലിണ്ടറാണ്. ജി എന്ന് പറയുന്നത് സിലിണ്ടറാണ്. ഓക്കെ, സോ ഹൗ വിൽ യു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ? സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ എം എഴുതണം. എം ഈക്വൽ ടു എക്സ് സ്ക്വയർ എൻ ഈക്വൽ ടു വൈ ക്യൂബ് ക്യൂബാണ്. y cube p equal to z square. p equal to z square. ഓക്കെ, എക്സ് ക്യൂബ് ആണ് കേട്ടോ. ഇത് എനിക്ക് തെറ്റ് പറ്റിയതാണ്. ഇത് എക്സ് ക്യൂബ് ആണ്. ഇത് ക്യൂബ് ആണ്. തിരിച്ച എക്സ് ക്യൂബ് ആണ്. സോ ബൈ ഡൈവേർജൻസ് ചെയ്യണം. So by divergence theorem, double integral over sigma f vector dot n vector ds is equal to triple integral over g divergence of f vector dv. Okay, so our divergence of f vector ആണ്. Divergence of f vector equal to dou m by dou x 3x square plus 3y square plus 2z. So this is triple integral over g 3x square plus 3y square plus 2z dv. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. 3x square plus 3y square plus 2z dv. ഇനി ലിമിറ്റ് കാണണം. ലിമിറ്റ് കാണണമെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പ മാർഗം എന്താണെന്ന് വെച്ചാല് ഇസെറ്റിന്റെ ലിമിറ്റ് എടുക്കുക. ഇസെറ്റിന്റെ ലിമിറ്റ് ഇവിടെ 0 to 2 ആണ് അല്ലെ. ഹൈറ്റ് ഇസെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് ആണ്. അപ്പൊ 0 to 2 ആയിരിക്കും ഇസെറ്റിന്റെ ലിമിറ്റ് വരിക. പിന്നെ താഴ്ഭാഗം എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അതുകൊണ്ട് അതിനെ പോളാർ ഫോമിലേക്ക് മാറ്റാം. എക്സും വൈയും എന്നുള്ള r dr dθയിലേക്ക് മാറ്റാം. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ താഴ്ഭാഗം എന്ന് പറയുന്നത് റേഡിയസ് r ആണ്. ഫുൾ സർക്കിളിന്റെ സോ 0 to 2π 0 to 2π. സോ ദിസ് ബിക്കം ഇന്റഗ്രൽ 0 to 2π 0 to 3 കാരണം റേഡിയസ് 3 ആണ് സർക്കിളിന്റെ. ആൻഡ് ഇസെറ്റ് ലിമിറ്റ് 0 to 2 3x square plus 3y square yx3 ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 കോമൺ ആയിട്ട് എടുക്കാം. So this is 3 common ആയിട്ട് എടുക്കാം. 3 into x square plus y square plus 2z. അല്ലേ, അപ്പൊ ഈ x square plus y square എന്നുള്ളത് r square ആയിട്ട് മാറും. So 3r square plus 2z plus 2z r dr dθ. 3r square plus 2z r dr dθ. So this is 0 to 2π 0 to 3. r dr എന്ന് പറയാൻ ഇവിടെ dz കൂടെ കൊടുക്കണം കേട്ടോ. dz കൂടെ കൊടുക്കണേ, കാരണം 3 z-ന്റെ ഇതും കൂടെ ഉണ്ട്. അത് വിട്ടുപോയതാണ്. ആദ്യം dz ചെയ്യാം, അതിനുശേഷം r dr dθ എടുക്കും. ഇങ്ങനെ എഴുതിയാലും മതി. r dz dr dθ. ഈ r എന്ന് പറയുന്നത് r dr ന്റെ ആ r ഞാൻ ആദ്യം എഴുതിയതേ. ഓക്കെ, ഈ r നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ r പുറത്തേക്ക് എടുത്തു.
So 0 to 2. Then split here. So 3r square dz plus integral 0 to 2z r 2z dz dr dθ. ഓക്കെ, ഈ ആർ ഞാൻ പുറത്തേക്ക് എടുത്തു. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു z ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3r സ്ക്വയർ z വരും. അതിനുശേഷം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. ഇവിടെ 2z²/2 അപ്പോൾ z² കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അത്രയും. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്യാം. So that is 0 to 2 pi, 0 to 3. So that is r into 3r square z, limit 0 to 2, plus 2z²/2, limit 0 to 2, dr dθ. So ഇവിടെ അപ്പർ ലിമിറ്റ് 2 മൈനസ് 0 വരും. ഇസെറ്റിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ 3r² into 2 മൈനസ് 3r² into 0 ഇപ്പോൾ 3r² into 2 that is 6r² വരും. ഇവിടെ 0 to 2 pi, 0 to 3 r into ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 മൈനസ് 0 2 വരും. So that is 6r², r into 6r² plus ഇവിടെ 2² 4 dr dθ. So we integrate here 0 to 2 pi, 0 to 3, 6r cube plus 4r dr dθ. R will multiply. So integrate integral 0 to 2 pi, 0 to 3, 6r raised to 4/4 plus 4r²/2. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത പിന്നെ ഇവിടെ ഇന്റഗ്രൽ കൊടുക്കേണ്ട ആവശ്യമില്ല. Limit 0 to 3 dθ. So that is 0 to 2 pi, 6 into 3 raised to 4 by 4 plus 2r². So 2 into 3 square. ബാക്കി minus 0. Okay. dθ. So 3 raised to 6 ഉം 4 ഉം വേണമെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ 3, ഇവിടെ 2. So 243 വരും. 3 into 3 raised to 4. അപ്പോൾ 3 raised to 4 81 into 3 243 അല്ലേ? 81 into 3 243. 243 by 2 integral 0 to 2 pi. 243 plus 2 into 6 12. 243 by 2 plus 12. 243 by 2 plus 12 dθ. That is 243 plus 24. That is 243 plus 24. Right. 243 plus 24 243 plus 20 263. 263 plus 4
എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇവിടെ 2r² ആണ് അല്ലേ? അതാണ് തെറ്റ്. 2 into 3². 2 into 3² ഇവിടെ 18 വരും. 18 ഇവിടെ 18 വരും. കാരണം 2 into 3² 9 ആണ്. So 2 into 9 18 വരും. അപ്പോൾ 243 plus 36 അറിയാം. So 0 to 2 pi 279 by 2 d theta. So 279 by 2 പുറത്തേക്ക് എടുക്കാം. Integral d theta is theta. Limit to 0 to 2 pi. So 2 into multiple. The answer is 279 by 2 into 2 pi. 2 into multiple. The answer is 279 pi. 279 pi. Is it clear? Everybody got the answer? Learning video. Yes. Okay. Very good, very good. എല്ലാവർക്കും കിട്ടിയാണ്. നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണേ ക്ലാസ്. നിങ്ങൾ ഓൺ ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടൊന്നും മനസ്സിലാവില്ല. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, ചെയ്ത് പഠിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സിലബസിലെ അടുത്ത മോഡ്യൂള് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അടുത്ത മോഡ്യൂള് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. കുറച്ചും കൂടെ പ്രോബ്ലംസ് ചെയ്യാൻ. എല്ലാ മോഡ്യൂളും ഫുൾ പ്രോബ്ലം ആണ്. ഒന്നും ക്ലിയർ പഠിക്കാനില്ല. ഓക്കെ, ഫുൾ പ്രോബ്ലം ആണ്. ഓക്കെ, നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. അറ്റൻഡൻസ് സിജോ സാർ ഇപ്പോ ക്ലാസ് എടുക്കണ്ടോ? സിജോ സാറ് അത് സാറിന്റെ അവിടെ വേറെ അല്ല, സാർ ക്ലാസ് എടുക്കില്ല. ഒമ്പതാം തീയതി വോയിസ് ബ്രേക്ക് ഉണ്ടെന്നോ? എന്നിട്ട് ഇപ്പോഴാണോ പറയണേ? എല്ലാവർക്കും ഉണ്ടോ വോയിസ് ബ്രേക്ക്? ഇല്ല. ഓക്കെ, ഷെരീഫിന് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ ഫോറിൽ ഇപ്പോൾ അറ്റൻഡൻസ് വരും. ടീച്ചറിന് വന്നിട്ടുണ്ടാവും കേട്ടോ.
ഓക്കെ യെസ്. ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുള്ള സമയമുണ്ട് തോന്നുന്നില്ല. നാളെ നമുക്ക് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. ഓൾമോസ്റ്റ് മാക്സിമം പ്രോബ്ലംസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡൈവേർജൻസ് തിയറത്തിന്റെ പ്രോബ്ലം ഒരു ദിവസം കൂടെ ഡൈവേർജൻസ് തിയറത്തിന്റെ പ്രോബ്ലം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് തിയറം സ്റ്റോക്സ് തിയറം അതും ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ കഴിയും. ഓക്കെ, സോ മാക്സിമം നമുക്ക് സ്റ്റോക്സ് തിയറം ചെയ്യാൻ ഒഴിവാക്കാം. ഓക്കെ, ബാക്കിയെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവസാനിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും സംശയം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. വെല്ലുവിളി എന്തെങ്കിലും സംശയമുണ്ടോ? ഐശ്വര്യ, are you here? ആ സാർ ഉണ്ട്. നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കട്ടോ? ആ ഉണ്ട്. ഓക്കെ ഫൈൻ. അബ്ദുൽ മാജിദ് അസൈൻമെന്റ് വെച്ചിട്ടില്ലല്ലോ. മാജിദ് എന്ത് പറ്റി? എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാണ്ട്. കിട്ടാത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെന്നോടെന്താ ചോദിക്കാത്ത? മാജിദ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. മാജിദ് മഹാ ഉഴപ്പനായിരുന്നു. മാജിദിന്റെ ഒരു കാര്യം ചെയ്യും. മാജിദിന്റെ പാരന്റിന്റെ നമ്പർ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യൂ. ക്ലാസ് ചെയ്യണ്ടേ? വർഷീനെ പറയുന്നു മാജിദൊക്കെ മഹാ ഉഴപ്പാണ്. 100% എന്നാ പറയുന്നത്. മാജിദിന് സപ്പോർട്ട് ചെയ്യാൻ പോലും ആവില്ല അവിടെ. അവിടെ പോയിട്ട് ആർദ്ര ഓക്കെ മനസ്സിലാണോ ക്ലാസ്സൊക്കെ? അമിൻ പി സി എന്താണ് ക്ലാസ്സൊക്കെ നോട്ടൊക്കെ എഴുതലുണ്ടോ? വീഡിയോ ഒന്ന് ഓണാക്കിയേ കാണട്ടെ. എല്ലാരും ഒന്ന് അമ്മീനെ കാണട്ടെ, നോക്കട്ടെ. ഇത് ക്യാമറ വർക്ക് ചെയ്യില്ലേ? സുന്ദരനായിട്ട് കേട്ടോ. ലോക്ക്ഡൌൺ ഒക്കെ വെച്ചേ അർഷാഖ് ടി ടി അർഷാഖ് അവിടെ ഉണ്ടോ? ഓക്കെ ഗുഡ്. നോട്ട്സ് ഒക്കെ എഴുതുന്നില്ലേ? അസൈൻമെന്റ് വെച്ചോ? ഇല്ല. അതാ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് വെക്കാൻ വേണ്ടി ഞാൻ ഇനിയിപ്പോ നിവേദനം തരണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു നിവേദനം അസൈൻമെന്റ് ഒന്ന് വെക്കൂ അർഷാഖ്. ഞാനീ ഒരു മന്ത്രിയുടെ ശുപാർശയൊക്കെ അറ്റാച്ച് ചെയ്യാം ആണോ? ഫിലാപ്ലി യൂണിറ്റോ? ഫിലാപ്ലി ഇല്ലേ? ഓക്കെ നോട്ട്സ് ഒക്കെ എഴുതലുണ്ടോ? അസൈൻമെന്റ് വെച്ചിരുന്നോ? ഹിബ ഹിബ എന്താ വിശേഷം? നോട്ട്സ് ഒക്കെ എഴുതലുണ്ടോ? ഓക്കെ ഫൈൻ. അംദാനവിടെ അംദാൻ വിളിക്കാം. അംദാൻ പോയുണ്ട്. അംദാൻ ഹലോ. ഹലോ സാർ. എന്താ ക്ലാസ് അസൈൻമെന്റ് വെച്ചോ? അസൈൻമെന്റ് വെച്ചോ? കേൾക്കണില്ല. കേൾക്കുന്നില്ല. അസൈൻമെന്റ് വെച്ചോ? പിന്നെ ഇത്ര നേരം ക്ലാസ് വെച്ചില്ലേ നീ? എന്താ പറയുക, അതിനെക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഷെരീഫിന് വോയിസ് ബ്രേക്കിംഗ് ആണ്. ഷഹീർ ബാസിദ് വിളിട്ടോ? മുഹമ്മദ് ബാസിദ് അവർ ഹിയർ? അവൻ എപ്പോഴും ഓൺ ചെയ്തിട്ട് പോക്കാണ്.
അവനെ ഞാൻ അവസാനം പോവാൻ പറഞ്ഞാൽ അവന് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്. സഞ്ജിതക്രം അവനുള്ളവരൊക്കെ തന്നെയാണ്. ഷഹനാഷറിന്റെ കൂടെ ഷഹനാഷറിൻ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. സംധാൻ, ഹലോ. എന്താണ് സംധാൻ? എനിക്കൊന്നും കേൾക്കില്ല ഞാൻ പറയുന്നത്. അപ്പൊ റേഞ്ച് കട്ടായി. അതെ, നീ നോട്ടൊക്കെ എഴുതിയോ? അസൈൻമെന്റ് വെച്ചോ? നീ അസൈൻമെന്റ് വെച്ചു. വെച്ചിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ, ഫൈൻ. നീ സംശയം ചോദിക്കാൻ, അല്ലാത്തവർക്ക് എക്സിറ്റ് വെച്ച് പോവാം. ഫൈൻ. സർ അസൈൻമെന്റിന്റെ ആൻസർ കീ അത് ഞാൻ അയച്ചുതരാം. ഓക്കെ, അത് ഞാൻ 2 ദിവസം അയച്ചുതരാം. ഓക്കെ, ഫൈൻ. സംശയമുണ്ടോ? ഹസ്ന, ഫാത്തിമ ഹസ്ന, എനി ഡൗട്ട്സ്? സർ നേരത്തെ ചെയ്തത് 3 എവിടുന്ന കിട്ടി? ഇന്റഗ്രൽ ചെയ്തപ്പോ 0 to 3 0 to 3 ലിമിറ്റ് എങ്ങനെ വന്നു? ഓക്കെ, അത് എന്താന്ന് വെച്ചാല് നമ്മളെ റീജിയൻ ഞാൻ വരയ്ക്കാം. റീജിയൻ ഓക്കെ. So that is upper circle and lower circle is this one. Okay. അതുപോലെ യൂണിഫോം ആയിരിക്കും. ഇതേപോലത്തെ എടുക്കാം. Okay. So that is our cylinder. This is our cylinder. And this cylinder height ഈ പ്ലെയിൻ എന്ന് പറഞ്ഞ z equal to 2 ആയിരിക്കും ഈ സർക്കിൾ ഉണ്ടാവും. അതായത് ഇവിടുന്ന് 2 യൂണിറ്റ്സിലാവും ഈ സർക്കിൾ ഉണ്ടാവും. ഓക്കെ, അതാണ് ബിറ്റ്വീൻ z equal to 0 and z equal to 2 എന്ന് പറയും. z equal to 0 ആണ് ഈ സർക്കിൾ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് x square plus y square equal to 9 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇസെറ്റിന്റെ ലിമിറ്റ് ഈ സർക്കിൾ കിടക്കുന്നത് z equal to 0 and ഈ സർക്കിൾ കിടക്കുന്നത് z equal to 2 ലാണ്. അപ്പൊ ഇസെറ്റിന്റെ ലിമിറ്റ് 0 to 2 ആയിരിക്കും. ഓക്കെ, ഇനി ഈ സർക്കിളിനെ നമ്മൾ പോളാർ ഫോമിലേക്ക് മാറ്റുമ്പോ ആറിലേക്കും തീറ്റയിലേക്ക് മാറ്റുമല്ലോ. അപ്പൊ ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് അല്ലേ? ഓക്കെ, ഇവിടെ റേഡിയസ് 3 അല്ലേ? അപ്പൊ ആറിന്റെ ലിമിറ്റ് 0 to 3 വരും. ഓക്കെ, ഇനി ഫുൾ സർക്കിൾ ഉള്ളതുകൊണ്ട് തീറ്റയുടെ ലിമിറ്റ് 0 to 2π. അങ്ങനെയാണ് ഇത് 0 to 3 ആണ്. നമ്മൾ അതിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ എക്സിനെയും വൈനെയും നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇസെറ്റിന് അതുപോലെ തന്നെ നിർത്തും. മനസ്സിലായി.